എന്റെ കൂടെ ഇപ്പോൾ ബത്തേരിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി MS വിശ്വനാഥനുണ്ട്. ബത്തേരി സംവരണ സീറ്റ് കൂടിയാണ്. ബത്തേരി നമുക്കറിയാം, നേരത്തെ IC ബാലകൃഷ്ണൻ MLA ആയ മണ്ഡലമാണ്. ബത്തേരിയുടേതായ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ബത്തേരിയുടെ ആവശ്യങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ മാനന്തവാടിയിൽ നടന്ന വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ ബത്തേരിയിൽ നടന്നിട്ടില്ല എന്നുള്ള ഒരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. മാത്രമല്ല UDF, നമുക്കറിയാം UDF എന്തൊക്കെയാണ് ഇവിടെ വലിയ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് ബത്തേരി മണ്ഡലത്തിൽ എന്നുള്ളത്. NM വിജയന്റെ നാടുകൂടിയാണ് ബത്തേരി. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ UDF അനുഭവിക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വികസന മുന്നേറ്റത്തിന്റെ കാലമാണ് കടന്നുപോയത് കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത്. ആ വികസനം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്നാൽ ബത്തേരിയിൽ അത്രമാത്രം വികസനം ഉണ്ടായോ, ആ വികസനത്തിന്റെയൊക്കെ എഫക്റ്റ് ബത്തേരിയിലുണ്ടായോ എന്നുള്ളതൊക്കെ തന്നെ നാം നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് റോഡ് ഷോ ആരംഭിക്കാൻ പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ. നമുക്ക് ഇവരെല്ലാവരും തന്നെ അതിനുള്ള ഒരുക്കത്തിലാണ്. 8:30-9 മണിയോടുകൂടി റോഡ് ഷോ ആരംഭിക്കും. വിശ്വനാഥ, ഗുഡ് മോർണിംഗ്. പുതിയതായി വീണ്ടും ഇറങ്ങുകയാണ്, അതായത് പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. IC ബാലകൃഷ്ണനുമായി തന്നെയാണ് പോരാട്ടം. എങ്ങനെയാണ് ആ പോരാട്ടത്തെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഇത്തവണ സുൽത്താൻ ബത്തേരിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. അതുമാത്രമല്ല, ഇത്തവണ ഈ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ വിജയിക്കുകയും ചെയ്യും. കാരണം പ്രവർത്തകരെല്ലാം നല്ല ആവേശത്തിലാണ്. എടുത്തു പറയേണ്ട കാര്യം, കേരളത്തിലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കേരള ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്നുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ നിലവിലെ MLAക്ക് സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ, അതായത് പുൽപ്പള്ളിയും മുള്ളംകൊല്ലിയും നൂൽപ്പുഴയും നെന്മേനിയും മീനങ്ങാടിയും ഒക്കെ അടങ്ങുന്ന ഈ നിയോജക മണ്ഡലത്തിൽ കാര്യമായ ഒരു വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത്തവണ നല്ലൊരു വിജയം LDFനുണ്ടാവും. കേരള സർക്കാർ നടപ്പിലാക്കുന്ന വികസനം ഇവിടേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അത് എത്തുന്ന സർക്കാർ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും സർക്കാർ തയ്യാറാണ്. പക്ഷേ ഇവിടുത്തെ നിലവിലുള്ള MLA അത് വേണ്ട രീതിയിൽ ഇങ്ങോട്ട് ഈ നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നിലവിലുള്ള MLA ആണ്. ആ MLA 15 വർഷമായി പാഴാക്കി കളഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. അത് രാഷ്ട്രീയപരമാണോ അതോ എന്താണ്? യാഥാർത്ഥ്യമാണ്. അതിനൊരു രാഷ്ട്രീയമായിട്ട് കണ്ട യാഥാർത്ഥ്യമാണ് ഇത്. ഇപ്പോൾ ഈ ജില്ലയിൽ തന്നെ തൊട്ടടുത്തൊരു നിയോജക മണ്ഡലമാണ് മാനന്തവാടിയിൽ കേളുവേട്ടൻ്റെ നിയോജക മണ്ഡലം. അവിടെ കൊണ്ടുവന്നിരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള റോഡായിക്കോട്ടെ, പാലങ്ങളായിക്കോട്ടെ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിക്കോട്ടെ, എല്ലാ തലത്തിലും എല്ലാ മേഖലയിലും കാര്യമായ വികസന പ്രവർത്തനങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ബത്തേരിയിൽ ഒരു ഗവൺമെൻറ് കോളേജ് 10 വർഷമായിട്ട് ഇവിടെ അനുവദിച്ചിട്ട് പോലും അത് വേണ്ട രീതിയിൽ MLA ഇടപെട്ട് അതിന് സ്ഥലം കണ്ടെത്തി അതിൻ്റെ ഫോളോ അപ്പ് നടത്താൻ, അത് കൊണ്ടുവരാൻ യാതൊരു ശ്രമവും നടത്തി. അത് സർക്കാരിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ ഇവിടേക്ക് അനുവദിച്ചതാണ്. അത് മുൻകൈ എടുക്കേണ്ടത് MLA ആണ്, സ്ഥലം MLA ആണ്. നിലവിലുള്ള MLA അത് പരാജയമെന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുക. അത് ഇവിടെ മാത്രമല്ല, പുൽപ്പള്ളിയിലാണെങ്കിലും ഇപ്പോൾ ബൈരക്കുപ്പ പാലം, അതുപോലെ അവിടുത്തെ ഒരു ബസ്സിൻ്റെ യാർഡ്, ഓപ്പറേറ്റിംഗ് സെൻറ്റർ, ഇതൊക്കെ അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ ഒരു ബോർഡ് മാത്രം വെച്ചിട്ടുണ്ട്. കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. MLAയുടെ ഒരു ബോർഡുണ്ട്, അത് മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഈ നിയോജക മണ്ഡലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരുപാട് പഞ്ചായത്തുകളുണ്ട്. ആ പഞ്ചായത്തുകളിൽ ഒന്നും കാര്യമായി MLAക്ക് ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ജനങ്ങളോട് ചോദിച്ചാൽ അറിയാം, എന്തെങ്കിലും ഒരെണ്ണം കൊണ്ടുവന്ന് MLA കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ MLA കൊണ്ടുവന്ന ആണെന്ന്, ഏതെങ്കിലും ഒരു സ്ഥാപനമാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ MLAക്ക് ഇല്ല. എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം, അത് പറഞ്ഞ യാഥാർത്ഥ്യമാണ്. കാരണം കേളുവേട്ടൻ്റെ അടുത്ത് പോയി, അതായത് മാനന്തവാടിയിൽ പോയി ഇവിടേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ മറ്റൊരു കാര്യം, ഏറ്റവും കൂടുതൽ വന്യജീവി സംഘർഷങ്ങൾ, വന്യജീവി സംഘർഷങ്ങളൊക്കെ നടക്കുന്നത് ബത്തേരിയാണ്. ബത്തേരിയിലെ ബോർഡറുകളിലാണ് ഇതൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് യാത്രാ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. ഇതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ചർച്ചാ വിഷയമായി വരില്ലേ? തീർച്ചയായിട്ടും നല്ല ചർച്ചയായിട്ട് വരും. അതായത് ഇപ്പോൾ റോഡ് നിരോധനം അത് വലിയൊരു പ്രശ്നമാണ്. രണ്ടാമത് സൂചിപ്പിച്ചതുപോലെ യാത്രാ നിരോധനം, അതെ, റോഡ് നിരോധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള യാത്രാ പ്രശ്നം. അതോടൊപ്പം തന്നെ വന്യമൃഗശല്യം. ഇപ്പോൾ ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന, ഒരു കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യന് ജീവഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ ഈ അടുത്ത് തന്നെ സുൽത്താൻ ബത്തേരിക്ക് സമീപം ഒരാൾ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഒരു തടയാനോ അല്ലെങ്കിൽ അതിനൊരു പദ്ധതി കൊണ്ടുവരാനോ ഒരുപാട് പദ്ധതികളുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു ശ്രദ്ധ കൊടുത്ത് ഒരു നിയോജക മണ്ഡലം MLA അത് ചെയ്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് ശരിയാണ്. മാനന്തവാടിയിൽ കേളുവേട്ടന്റെ നേതൃത്വത്തിൽ വലിയ ഫെൻസിങ്, അതുപോലെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കോടികൾ ചെലവഴിച്ച് ഉണ്ടാക്കുമ്പോൾ
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നു, അതായത് ഇവിടെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല, അതായത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതല്ല, ഒരു കാര്യവും നടക്കുന്നില്ല. അതായത് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് പ്രതിരോധ മാർഗങ്ങൾ ഒരുപാടുണ്ട്. തൂക്ക് ഫെൻസിങ് ഉണ്ട്, റെയിൽ ഫെൻസിങ് ഉണ്ട്, അതുപോലെ കിടങ്ങുകൾ നിർമ്മിക്കേണ്ടത്. അപ്പോൾ ഓരോ പ്രദേശത്തേക്കും ഓരോ സാഹചര്യത്തിനനുസരിച്ച് അത് പ്രതിരോധം തീർത്താൽ മാത്രമേ ആ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കാതിരിക്കൂ. പക്ഷേ അതിനൊന്നും ഒരു തക്കതായുള്ള ഒരു കാര്യത്തിൽ ഇടപെട്ട് ഒരു തീരുമാനം എടുക്കാനോ അത് നടപ്പിലാക്കാനോ MLA ശ്രമിച്ചില്ല എന്നുള്ളത് ഇതുവരെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടായി? നല്ല രീതിയിൽ പോകുന്നു. അല്ലെ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം നമ്മുടെ സംസ്ഥാന കമ്മിറ്റി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം അന്ന് തന്നെ ഈ നിയോജക മണ്ഡലത്തിൽ സുൽത്താൻ ബത്തേരിയാണ് മർമ്മപ്രധാനമായ ഈ പ്രദേശത്ത് ഇവിടെ ഒരു റോഡ് ഷോ നടത്തുകയും അതോടൊപ്പം തന്നെ കാണേണ്ട പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണുകയും ഇപ്പം ഇന്നലെ മുതൽ പ്രചാരണം ആരംഭിച്ചു എന്ന് തന്നെ പറയാം. പ്രധാനപ്പെട്ട നല്ല പ്രതികരണം. അവർ പറഞ്ഞു 15 വർഷം പാഴായി പോയത് വീണ്ടെടുക്കാൻ MS വന്നതിൽ സന്തോഷം എന്നുള്ള രീതിയിലാണ് ജനങ്ങളുടെ ഭാഗത്ത്. നല്ല ആത്മവിശ്വാസം, അതിൽ യാതൊരു സംശയമില്ല. നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പ്രവർത്തകരും മുന്നണിയും മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇവിടെ വിജയിക്കും. മനു, പ്രവർത്തകരൊക്കെ തന്നെ വിഷയത്തിന്റെ കൂടെയുണ്ട്. കാരണം ഇന്ന് റോഡ് ഷോ ആരംഭിക്കാൻ പോവുകയാണ്. പ്രവർത്തകരോടുകൂടെ അതിന്റെ ഒരു ആവേശം പങ്കുവെക്കാം. എന്താ പേരെന്ത്? ലിജോ ജോണി. എങ്ങനെയുണ്ട് കഴിഞ്ഞ 2 ദിവസത്തെ ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾ? വളരെ മുന്നോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വിശ്വേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റക്കെട്ടായി വളരെ ആവേശത്തോടു കൂടി വിശ്വേട്ടൻ്റെ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് റോഡ് ഷോ നമ്മൾ ആരംഭിക്കുകയാണ്. ബത്തേരി നിയോജക മണ്ഡലത്തിൽ മുഴുവൻ സ്ഥലങ്ങളിലും പോകുന്ന രീതിയിലേക്കാണ് ഈ റോഡ് ഷോ ക്രമീകരിച്ചത്. രാവിലെ തന്നെ അതിന് തയ്യാറായിട്ട് പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ഇത്തവണ കേരള സംസ്ഥാനത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം ഊഴത്തിലേക്ക് കിടക്കുമ്പോൾ സുൽത്താൻ ബത്തേരിക്കകത്ത് സഖാവ് MS വിശ്വനാഥൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ബത്തേരിയുടെ MLA ആയിട്ടുണ്ടാകും. എന്താണ് ഇത്ര ആത്മവിശ്വാസം? അതായത് കഴിഞ്ഞ 15 വർഷക്കാലം എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള MLA ഒരു സമ്പൂർണ്ണ പരാജയമായിട്ട് ബത്തേരിക്കാർ വിലയിരുത്തിയിട്ടുണ്ട്. അതിന് വ്യത്യസ്തമായ കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിനകത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തും കൊണ്ട് സർവ്വതല സ്പർശിയായിട്ടുള്ള വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. പക്ഷേ ആ അർത്ഥത്തിലേക്കൊരു വികസനം ഈ ബത്തേരിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി MLA ഒരു സമ്പൂർണ്ണ പരാജയമായി എന്നുള്ളത് ബത്തേരിക്കാർ തന്നെ വിലയിരുത്തുന്നുണ്ട്. കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, കേരളത്തിലുണ്ടായിട്ടുള്ള വികസനം അതിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് മാറാൻ ബത്തേരിക്ക് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ UDF-നകത്തുണ്ടായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. MLA സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ചാനലുകളും ദൃശ്യ വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ DCC ട്രഷറർ കൂടിയായിട്ടുള്ള ശ്രീമാൻ NM വിജയൻ്റെ മരണം. NM വിജയൻ്റെ മരണം ബത്തേരിക്കകത്തൊരു വലിയ ചർച്ചയാണ്. കാരണം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കകത്തും കോൺഗ്രസിൻ്റെ മുഖമായിട്ട് ബത്തേരി നിയോജക മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് ശ്രീമാൻ NM വിജയൻ. ആ വിജയേട്ടൻ ഇല്ലാതായി തീർന്നതിൻ്റെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ആ കേസിലെ പ്രതിയാണ് ഇപ്പോൾ നിലവിൽ MLA ആയിട്ടുള്ള ശ്രീമാൻ IC ബാലകൃഷ്ണൻ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ബത്തേരിക്കാർ ചർച്ച ചെയ്യും. കോൺഗ്രസിനകത്ത് വലിയ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. NM വിജയൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബത്തേരിക്കകത്തും വയനാടിലെ വിവിധ മേഖലകൾക്കകത്തെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് IC ബാലകൃഷ്ണൻ നടത്തിയിട്ടുള്ള അഴിമതിയൊക്കെ തന്നെ ഇവിടെ വലിയ രൂപത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടും. അതെ, ആളുകൾക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് അവരുടെ നിന്ന് പണം വാങ്ങുക. ഇപ്പോൾ വിജയേട്ടൻ്റെ മരണത്തിനകത്ത് പോലും വിജയേട്ടൻ്റെ മകൻ ജോലി ചെയ്തിരുന്നത് അർബൻ ബാങ്കിലാണ്. അദ്ദേഹത്തെ പിരിച്ചു വിട്ടുകൊണ്ടാണ് മറ്റൊരാളിൽ നിന്ന് പണം വാങ്ങിയിട്ട് ആ സ്ഥാനത്തേക്ക് വേറൊരാളെ നിയമിക്കുന്നത്. പ്രധാന ആരോപണം കോഴ വാങ്ങി എന്നുള്ളതാണ്. അത് വലിയ രൂപത്തിലേക്ക് ബത്തേരിക്കകത്ത് ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ ഈ വികസന പ്രശ്നങ്ങളും ചർച്ച ചെയ്യും. ഞാൻ പറഞ്ഞത് UDF-നകത്ത് വിശിഷ്യ കോൺഗ്രസിനകത്ത് IC ബാലകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് വലിയ എതിർപ്പുണ്ട്. അപ്പോൾ അത് വല്ലാത്ത രൂപത്തിലേക്ക് പ്രതിഫലിക്കും. അതോടൊപ്പം തന്നെ വികസന പ്രശ്നങ്ങളും ബത്തേരി ചർച്ച ചെയ്യും. വയനാട് ഒരു ദുരന്തത്തെ അഭിമുഖീകരിച്ച് വരികയാണ്. തീർച്ചയായിട്ടും ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു ടൗൺഷിപ്പാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇവിടെ പടുത്തുയർത്തിയിട്ടുള്ളത്. മറ്റൊരു മാതൃക ഇത്തരത്തിലൊരു സാധാരണഗതിയിൽ ഈ ദുരന്തമൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് പിന്നീട് അവർക്ക് വീട് വെച്ച് നിർമ്മിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്നതിനപ്പുറത്തേക്ക് കൽപ്പറ്റ നഗരത്തിൽ, വയനാട് ജില്ലയുടെ ഹൃദയഭാഗത്ത് കൽപ്പറ്റ നഗരത്തിനോട് ചേർന്നാണ് ഒരു ടൗൺഷിപ്പ് പടുത്തുയർത്തിയത്. ലോകത്തിന് മാതൃകയാകുന്ന രീതിയിലേക്ക് ആ ടൗൺഷിപ്പിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യഘട്ട വീടുകൾ കൈമാറുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ
സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഇത് ചർച്ച ചെയ്യുന്നതോടൊപ്പം ബത്തേരിയും അത് ചർച്ച ചെയ്യും. ആ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സഖാവ് MS വിശ്വനാഥൻ. അതെല്ലാം തന്നെ സഖാവിന് ഗുണകരമായിട്ട് മാറും. പ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടി ഏറ്റെടുത്തിട്ടുണ്ട്. ബത്തേരി ഏറ്റെടുത്തിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ വലിയ പിന്തുണ മറ്റേ ഈശ്വരനെ വിളിച്ചും നേരിൽ കണ്ടൊക്കെ തന്നെ ഈ സമയങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്ന് പറയുന്നത്. മനു, റോഡ് ഷോയിലേക്കുള്ള തിരക്കിലാണ് പ്രവർത്തകർ. അതുപോലെ തന്നെ വിഷയത്തിനും 8:30 കൂടി ആരംഭിക്കേണ്ടതാണ് റോഡ് ഷോ. അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. വിഷയത്തിന് എല്ലാ ആശംസകളും കൈരളിയുടെ.